അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കത്തിയും സ്പൂണും ചെരുവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് നമ്മുടെ നന്ദുക്കുട്ടൻ ടിപ്പുവിന് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ടിപ്പുവിടെ വാലൊക്കെ ആട്ടി കൊഞ്ചി കൊഴിഞ്ഞ് നിൽക്കുവാണേ. പുള്ളി അങ്ങനെയാണ് നമ്മളോട് എല്ലാവരോടും, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നമ്മുടെ തേനീച്ചപ്പെട്ടിയിൽ തേനെടുക്കാൻ കാരണം എന്ന് പറയുമ്പം ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ കാണാം തേൻ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് റീസൺ എന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. ഒന്നെങ്കിൽ തേനിൻ്റെ ഏതെങ്കിലും ചെറിയ അറകൾ ബ്രേക്ക് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ തേൻ ഒരുപാടായിരിക്കും. എന്താണെന്നൊന്നും അറിയത്തില്ലാണ്ടാണ് നമ്മളിത് പൊട്ടിച്ചത്. പക്ഷെ അതിലൊരു ട്വിസ്റ്റും ഉണ്ടായിരുന്നു. നമ്മൾ ക്ലൈമാക്സിൽ കാണാൻ നെറ്റൊക്കെ നമ്മുടെ ചെരുവത്തിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം ഒരു കുപ്പി വെച്ച് നമ്മുടെ ഈ കടിയൻ തേനീച്ചകളെ ഫുള്ള് കുപ്പിയിലേക്ക് ആക്കുവാണ് കേട്ടോ. വർക്കർ ബീസ് എന്നാണ് അവന്മാരുടെ പേര്. ഇവന്മാർ ഈ കൂടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഈ വാതൊക്കെ കാണും കേട്ടോ. പിന്നെ എന്തെങ്കിലും നമ്മൾ അവിടെ പോയി ശല്യപ്പെടുത്തുവാണെങ്കിൽ ഇവന്മാർ പെട്ടെന്ന് ചാടി കടിക്കാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഇവന്മാരുടെ ഒരു സ്വഭാവം. അപ്പോൾ ചൂടൻ അവിടെ തേനീച്ചപ്പെട്ടി ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ